വർക്കൗട്ട് എയുടെ രണ്ടാമത്തെ ദിവസമാണ്. വർക്കൗട്ട് എ എന്ന് പറയുമ്പം നമുക്ക് സ്ക്വാട്ട്സ് ഉണ്ട്, ബെഞ്ച് പ്രസ് ഉണ്ട്, പിന്നെ ബാർബൽ റോ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി 5 സെറ്റ് 5 റെപ്പറ്റീഷൻ, അതിൽ 3 വർക്കിംഗ് സെറ്റ് 5 റെപ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്തത് ഏതൊക്കെയാണോ അതിന് നമ്മളൊരു 1.5 കിലോ അല്ലെങ്കിൽ 2.5 കിലോ നമ്മൾ കൂട്ടാൻ പോവുകയാണ്. കൂട്ടിയിരിക്കും. പക്ഷെ നമ്മൾ ഫെയിലായതിന് നമ്മളൊന്നുകൂടെ പ്രോപ്പറായിട്ട് 5 റെപ്പ് ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ് കണ്ടുപിടിക്കണം. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്ത ആഴ്ച വരുമ്പോൾ നേരെ റിവേഴ്സ് ആകും. അതായത് വർക്കൗട്ട് ബി ആയിരിക്കും 2 പ്രാവശ്യം വരുന്നത്. ഇപ്രാവശ്യം വർക്കൗട്ട് എ ആണ് 2 പ്രാവശ്യം വരുന്നത്. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ സമയമായി 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നേരെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഇനി 2 മീൽസ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 മീൽസും അവിടെ നിന്ന് കഴിക്കണം. പിന്നെ വ്ളോഗിങ് സെറ്റപ്പായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നത് ഓസ്മോ പോക്കറ്റ് 3യിലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇത് ഭയങ്കര ചെറുതാണ്, മാത്രമല്ല കൊണ്ടു നടക്കാനും ചെറുതാകുമ്പോൾ ഒബ്വിയസ്ലി കൊണ്ടു നടക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഇതാണെങ്കിലും 10 ബിറ്റിൽ ഇതിന് ഷൂട്ട് ചെയ്യാൻ പറ്റും. 10 ബിറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് കളർ കാര്യമായിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് കളർ ഗ്രേഡിങ് ചെയ്യാൻ നേരം. അപ്പം ജോലിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വിസ സ്പോൺസേർഡ് ജോബൊന്നുമല്ല. ഞാനിപ്പോൾ തൽക്കാലം പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നതെന്ന് മാത്രം. എനിക്ക് കോൺട്രാക്റ്റായിട്ട് ഞാൻ സൈബർ സെക്യൂരിറ്റിയും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്, മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ്. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്സിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ ഞാനിപ്പം കോൺട്രാക്റ്റായിട്ട് ഓൺലൈനിൽ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്നുണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. അത് പാർട്ട് ടൈമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാക്കി ടൈമിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഇൻകത്തിന് വേണ്ടിയാണ് ഇതിപ്പോൾ പാർട്ട് ടൈം ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസിങ്ങും ചെയ്യുന്നത്. അപ്പം രണ്ടും ഉണ്ട്. പിന്നെ ഞാൻ ഫുൾ ടൈം ബോഡി ബിൽഡറൊന്നുമല്ല, ലൈക്ക് നമ്മുടെ പാഷൻ കൊണ്ട് ചെയ്യുന്നു. പിന്നെ ഈയിടെയാണ് കോമ്പറ്റീഷനെ പറ്റി ചിന്തിച്ചത്. അപ്പോൾ കോമ്പറ്റീഷനോട് ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു സൈസ് പോരാ, ലൈക്ക് എൻ്റെ ഫ്രെയിമിൽ ഇത്രയും സൈസ് പോരാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സൈസ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു, പ്രീ വർക്കൗട്ട് മീലും കഴിച്ചു. അങ്ങോട്ട് വെട്ടമില്ല. പ്രീ വർക്കൗട്ട് മീലും കഴിച്ചു, നമ്മുടെ വർക്കൗട്ടിന് പോവാണ്. അപ്പം സ്ക്വാട്ട്സ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ 120 kg വെച്ച് 3 സെറ്റ് ചെയ്തു. അതിൽ ലാസ്റ്റ് സെറ്റ് 2 റെപ്പറ്റീഷനേ പോയുള്ളൂ. അതിനർത്ഥം നമുക്ക് 5 സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുന്നത് ഒരു 100 കിലോ ആയിരിക്കണം. 100 കിലോ 5 റെപ്പ് 3 സെറ്റ്, അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും ഓവറായിട്ട് പുഷ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇപ്രാവശ്യം ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ലൈക്ക് സ്ഥിരം ക്ഷീണമാണെങ്കിൽ വിച്ച് മീൻസ് ഈ വർക്കൗട്ട് എനിക്ക് പറ്റിയതല്ല. ഒന്നെങ്കിൽ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈക്ക് എമൗണ്ട് ഓഫ് സ്ട്രെങ്ത്, അതായത് നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്രയും ഹെവി എന്നുള്ളത് ഇച്ചിരി കുറയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റിക്കവറി അസസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ ആയിരിക്കാം. തൽക്കാലം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ 120 പകരം 100 കിലോയുടെ 3 വർക്കിംഗ് സെറ്റ് 5x5 തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സ്ക്വാട്ട്സ് അല്ലാതെ പിന്നെയുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് ബാർബൽ റോ കുഴപ്പമില്ലായിരുന്നു. ബാർബൽ റോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പറ്റുമെങ്കിൽ ഒരു 1.5 അല്ലെങ്കിൽ 2.5 എക്സ്ട്രാ ആഡ് ചെയ്യും. പിന്നെയുള്ള നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബെഞ്ച് പ്രസ്. കഴിഞ്ഞ പ്രാവശ്യം ബെഞ്ച് ഫ്രീ അല്ലായിരുന്നു, ഡംബൽസേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്രാവശ്യം പക്ഷേ ബെഞ്ചിൻ്റെ എത്രയാണ് കണ്ടുപിടിക്കണം. ഒത്തിരി ഹെവി ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 60, 65, 70 അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച്. കാരണം എൻ്റെ പുഷ് മസിൽസ് അത്ര സ്ട്രോങ് അല്ല. പക്ഷേ സ്ട്രോങ് ആക്കണം, കാരണം ചെസ്റ്റ് അത്ര വീക്കാണ്. അതുകൊണ്ട് സ്ട്രോങ് ആക്കിയേ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കൂടി ക്വാഡ്സ് ഫോക്കസ്ഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ലൈക്ക് എനിക്കിനി ഹെവി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ക്വാഡ്സിൽ തന്നെ ടെൻഷൻ നിർത്താൻ വേണ്ടി ഞാനിപ്പം ഇവിടെ ഇങ്ങനത്തെ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് മുകളിൽ കയറി ചെയ്യുന്നത്. പിന്നെ ഷൂവിനും അത്യാവശ്യം ഒരു ഹീലുണ്ട്. പൊക്കമുള്ളതുകൊണ്ട് മുന്നോട്ട് മറിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒത്തിരി ബാക്കിലോട്ട് സ്ട്രെയിൻ പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്ക്വാട്ട് ചെയ്തത് 3 മെയിൻ സെറ്റും 100 കിലോ വെച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ക്വാഡ്സ് ആക്ടിവേറ്റ് ആകുന്ന രീതിയിൽ തന്നെ ഫുള്ള് ഞാൻ മേളിൽ വന്ന് ഇങ്ങനെ നൂർത്തിയിട്ടുമില്ല. ഫുള്ള് ഞാൻ അങ്ങ് താഴെ വരെ ഡീപ്പ് സ്ക്വാട്ട് പോയിട്ടുമില്ല. ഡീപ്പ് സ്ക്വാട്ട് പോകുന്നതോറും എനിക്ക് കൂടുതലും ഗ്ലൂട്ട്സ് ആൻഡ് ഹാംസ്ട്രിങ് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ഇതാകുമ്പോൾ എനിക്ക് കറക്റ്റ് ക്വാഡ്സിന് അതിന് ടെൻഷൻ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെസ്റ്റ് എനിക്ക് ഭയങ്കര വീക്കായിട്ട് തോന്നുന്ന റീസൺ എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ വൈഡ് ഗ്രിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എൽബോ പെയിൻ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കാണുന്നത് ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ഒക്കെ അറിയാമല്ലോ, നമ്മൾ ഓൺലൈൻ കാണുന്നതെല്ലാം നമ്മളങ്ങ് വിശ്വസിക്കും.
അപ്പോൾ അന്ന് ഞാൻ കേട്ടൊരു കാര്യമുണ്ടായിരുന്നു, ഒരിക്കലും ഫ്ലെയർ ചെയ്ത് പിടിക്കരുത്, ഈ ഒരു 45 ഡിഗ്രിയിൽ പിടിക്കാവുള്ളൂ എന്നുള്ളത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈക്ക് വളരെ ലേറ്റായിട്ടാണ് മനസ്സിലായത്. ഇപ്പം ഈയിടയ്ക്കാണ് ഞാൻ കാര്യമായിട്ടത് മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം ചെസ്റ്റിന് ക്ലോസ് ഗ്രിപ്പിംഗ് ആ പറഞ്ഞ പോലെ ഇങ്ങനെ വളച്ച് പിടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ചെസ്റ്റ് ആക്ടിവേറ്റ് ആകുന്നുണ്ടെങ്കിലും ബെറ്റർ ആക്ടിവേഷൻ എനിക്ക് കിട്ടുന്നത് വൈഡ് പിടിച്ച് ഫ്ലെയർ ചെയ്യുമ്പോഴാണ്. ഫ്ലെയർ ചെയ്യാത്തപ്പോൾ എനിക്ക് എൽബോയിൽ സ്ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ഇപ്പം ഞാനിത് പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങളും ഇതാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കരുത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ കൈക്ക് എൻ്റെ ഒരു ബോഡി മെക്കാനിക്സ് വെച്ച് എനിക്ക് ജസ്റ്റ് ആക്ടിവേറ്റ് ആകുന്നൊരു പോയിൻ്റാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പോയിൻ്റ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ഞാൻ നേരത്തെ 60 കിലോയുടെ ക്ലോസ് ഗ്രിപ്പൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു വെയിറ്റ്. എനിക്ക് പുഷ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, എന്നാൽ ഓക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരു വെയിറ്റ് ആയിരുന്നു ഇതൊക്കെ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇത്ര നേരം വാമപ്പ് ചെയ്തത് വെച്ച് ഇത് സിമ്പിളായിട്ട് പോകേണ്ടതാണ്. കാരണം ഞാനിപ്പോൾ പറഞ്ഞ ടെക്നിക്ക് വെച്ച് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചെസ്റ്റ് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഈ പ്രോഗ്രാം തീരുമ്പം, ഈ പ്രോഗ്രാമല്ല, ലൈക്ക് ഓവറോൾ ഈ ഒരു ബൾക്കിംഗ് സീരീസ് തീരുമ്പം കാര്യമായി നമ്മൾ ചെസ്റ്റിൽ ഗെയിൻസ് ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ ഓൾറെഡി ഈ 80 കിലോയുടെ ഒരു 5 റെപ്പ് ട്രൈ ചെയ്തായിരുന്നു. ഇപ്രാവശ്യം പോകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ അത്യാവശ്യം ഒരു ഫെയിലിയർ പോലെ ആയിരുന്നു. അവിടെ ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് വെച്ചിരുന്നു. ഫെയിലായെങ്കിൽ നമ്മൾ നെഞ്ചത്ത് വെച്ചിട്ട് കറിക്കൂവും. ഇവിടെ ആരെങ്കിലും വന്ന് രക്ഷിച്ചു. ഇല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിനി 2 സെറ്റും കൂടി ഉണ്ട്. ഇതിപ്പം രണ്ടാമത്തെ സെറ്റ്, ഇത് കഴിഞ്ഞൊരു സെറ്റും കൂടി. 3 എണ്ണമാണല്ലോ നമ്മുടെ വർക്കിംഗ് സെറ്റ്. അപ്പോൾ 5 മിനിറ്റ് ടൈമർ ഇട്ട് ഞാൻ ഒരു സെറ്റും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് വെയിറ്റ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരാഴ്ച കൂടി ഇതേ വെയിറ്റ് പോകേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ പറ്റുള്ളായിരിക്കണം. ചിലപ്പോൾ ഒരാളെ കൂടെ ബാക്കി നിർത്തി അച്ഛനും കൂടെ കോൺഫിഡൻസ് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത പ്രാവശ്യം. ഞാനും അടുത്ത സെറ്റും ഞാൻ ഇപ്പോൾ 5 മിനിറ്റ് ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതേ വെയിറ്റിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ വേണമെങ്കിൽ പ്രോഗ്രസീവ് ഓവർലോഡിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാക്സിമം ചെയ്തത് 80 kg ആണ്. പക്ഷേ ഇപ്രാവശ്യം ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 80യുടെ കൂടെ 2 ചെറിയ വെയിറ്റ്സാണ്, 1.25 ആണ്. അപ്പോൾ ടോട്ടൽ 2.5 കിലോ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പം 82.5 ആക്കിയെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ബോഡിയെ സംബന്ധിച്ചുള്ള ഒരു ഗ്രോത്താണ്. അപ്പം ഇത് തന്നെയാണ് ഞാൻ 3 സെറ്റും ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈസി ആയിട്ട് 80 kg തീർന്നിരുന്നു. ഇന്നത്തെ നമ്മുടെ അസിസ്റ്റൻസ് വർക്കൗട്ട് എന്ന് പറയുന്നത് 2 എണ്ണം. അതിലൊരെണ്ണം പുള്ളപ്പും രണ്ടാമത്തെ സ്കൾ ക്രഷറുമാണ്. സ്കൾ ക്രഷർ എനിക്ക് ഈ ഒരു എൽബോയിൽ എനിക്ക് വേദനയുണ്ട്. ചിലപ്പം ഞാൻ ചെയ്യുന്ന ഫോമിൻ്റെ പ്രശ്നമായിരിക്കും. അല്ലാണ്ട് തന്നെ എൽബോയ്ക്ക് വേദന വന്നിട്ടുണ്ട്. എന്തോ ചെയ്തിട്ട് ഞാൻ ഫോം തെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ച് പ്രസ് ഒന്നുമല്ല, ഇതിന് പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തോ ഒന്ന്. അപ്പം നമുക്ക് സ്കൾ ക്രഷർ പല രീതിയിലൊന്നും ചെയ്ത് നോക്കാം. തീരെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കേബിളിലും ട്രൈ ചെയ്ത് നോക്കും. കേബിളിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മിക്കവാറും ഡംബൽ ട്രൈസെപ്പിൻ്റെ കിക്ക് ബാക്ക് ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഞാൻ പുള്ളപ്പ് 3 സെറ്റ് 8 റെപ്പറ്റീഷനാണ് ചെയ്യുന്നത്. 2 മിനിറ്റ് ടൈമർ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ആയിട്ട് 1 to 2 മിനിറ്റ്സ് റെസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പം ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞതിൽ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഒരു വാം പെട്ടെന്ന് ചുമ്മാ ബോഡി വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു 5 കിലോ ഡമ്പലും ഒരു 8 കിലോ ഡമ്പലും എടുത്തുകൊണ്ട് വന്നു.
8 കിലോ ഡംബിൽ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് 5 കിലോ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു. ഒരു 4 റെപ്പറ്റീഷൻ 5 റെപ്പറ്റീഷനൊക്കെ ആയപ്പം നിർത്തണമെന്ന് തോന്നിയെങ്കിലും പിന്നെ പറ്റുമെന്നൊരു പ്രതീക്ഷയിൽ അങ്ങ് ചെയ്തു. 8 കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇനിയുള്ള 2 സെറ്റും ഈ 2 മിനിറ്റ് ബ്രേക്ക് ആകുമ്പോഴേ ഈ ഒരു 5 കിലോ വെച്ച് തന്നെ ചെയ്ത് നോക്കാം. സ്കൾ ക്രഷർ ട്രൈ ചെയ്ത് നോക്കി. പറഞ്ഞ പോലെ തന്നെ എൽബോ പെയിൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ചെയ്യുന്ന സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി ഇത് സ്കൾ ക്രഷർ പോലെ തന്നെ ലൈക്ക് റോപ്പ് ഓവർഹെഡ് ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്ത് നോക്കി. അതിനും പെയിനുണ്ട്. സോ ഓവർഹെഡ് വെച്ചുള്ള ട്രൈസെപ്സിന് ഒന്നിനും നമുക്ക് പറ്റത്തില്ല. അത് പിന്നീട് ചെയ്യത്തില്ല എന്നല്ല, തൽക്കാലം അത് ഓവർ യൂസ് ആയിട്ടുണ്ടെങ്കിൽ റിക്കവർ ആകട്ടെ. ഇപ്പം നമ്മൾ ഓവർ ഹെഡിനെ പുഷ് ചെയ്യേണ്ട. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ലോങ് ഹെഡിന് ചെയ്യാൻ പറ്റുന്ന 2 ഒന്ന് മീഡിയൽ ഹെഡിനാണ് മെയിനായിട്ട്. അത് ട്രൈസെപ്പ് കിക്ക് ബാക്കാണ്. മീഡിയൽ ഹെഡും ലോങ് ഹെഡും ആക്ടിവേറ്റ് ആകും, പക്ഷേ മെജോറിറ്റി മീഡിയൽ ഹെഡിനാണ്. അപ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മറ്റേ നമ്മൾ സാധാരണ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഫുള്ളി ആ സ്ക്വീസ്, സ്ലോയിൽ കൺട്രോൾഡ് ഫുള്ളി ആ സ്ക്വീസ്, ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ നമ്മൾ ഇത് വെച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോമെല്ലാം ഓക്കെ ആണെങ്കിൽ സ്കൾ ക്രഷർ തന്നെ ചെയ്തു. ഇതിപ്പോൾ എൽബോ പെയിൻ ഉള്ളത് കൊണ്ട് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രം. ന്യൂട്രീഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാനിനി കാര്യമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മാറ്റമില്ല, സെയിം തന്നെ. ഞാനിപ്പം വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. നമ്മുടെ മീൽ എന്താണ്? ചിക്കൻ ബ്രസ്റ്റ് 200 ഗ്രാം എയർ ഫ്രയറിനകത്തിടും. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. വേറെന്തിനുണ്ടായിരുന്നോ? മറന്നുപോയി. പ്ലാൻ ഒന്നുകൂടെ നോക്കണം. കണ്ടിന്യൂസ് യൂസ് ടു ഫുള്ളായിട്ടില്ലാത്തതുകൊണ്ട് എപ്പോഴും നോക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീലും കൂടെ കഴിച്ചിട്ട് ദാറ്റ്സ് ഓൾ. സോ ഐ വിൽ സീ യു ഇൻ അനദർ വ്ളോഗ്. മിക്കവാറും നാളെ തന്നെ കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത വർക്കൗട്ടിന് മൺഡേ ആണ്. ഇന്ന് നമുക്ക് ഫ്രൈഡേ ആയിട്ടേ ഉള്ളൂ. സോ സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് റെസ്റ്റ് ഡേ ആണ്. നല്ലപോലെ റിക്കവർ ആകണം. പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 ദിവസമേ വർക്കൗട്ടുള്ളൂ. സോ ഐ വിൽ സീ യു ഓൺ മൺഡേ.